നടി ഹണി റോസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ പിന്തുടർന്ന് ശല്യം ചെയ്തുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുക്കുക. സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തിയ അശ്ലീല പരാമർശ വീഡിയോകൾ കോടതിയിൽ ഹാജരാക്കും. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ആദ്യത്തെ ഈ ഉദ്ഘാടന വേദിയിൽ മാത്രമല്ല, തുടർന്നും ഹണി റോസിനെതിരെ നിരന്തരമായി പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്നൊരു ആരോപണം ഹണി റോസ് ഉന്നയിച്ചിരുന്നു. ആ ആരോപണത്തെ സാധൂകരിക്കുന്ന തെളിവുകളാണോ പോലീസ് ഇപ്പോൾ തേടുന്നത്? കോടതിക്ക് മുന്നിൽ അവ ഡിജിറ്റൽ തെളിവുകളായി എത്തുന്നുണ്ടോ? ശ്രീജ, ഇന്നലെ ഹർജി പരിഗണിക്കുന്ന വേളയിൽ സർക്കാരിനോട്, പോലീസിനോട് ഇതിന്റെ ഒരു റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചൊവ്വാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിൽ കൂടുതൽ തെളിവുകളും ഒപ്പം കൂടുതൽ പരാതികളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് നൽകാനാണ് പോലീസിന്റെ തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്ന പരാതിയിൽ ഹണി റോസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുന്നത്. ഇത് പ്രകാരമുള്ള വകുപ്പ് ചുമത്തുന്നതിനും സെൻട്രൽ പോലീസ് ഇപ്പോൾ പരിഗണനയിലുണ്ട്. നിലവിൽ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് BNS 75, IT ആക്ട് 67 എന്നീ വകുപ്പുകൾ മാത്രമാണ്. അപ്പോൾ ഈ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്ന പരാതി കൂടി പരിശോധിച്ച് കൂടുതൽ മൊഴിയെടുത്ത്, വിശദമായ മൊഴിയെടുത്ത് കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ പറ്റുമോ എന്നൊരു സാധ്യത കൂടി പോലീസ് തിരയുന്നുണ്ട്. അതോടൊപ്പം ബോബി ചെമ്മണ്ണൂർ യൂട്യൂബുകളിലും യൂട്യൂബ് ചാനലുകളുടെ ഇന്റർവ്യൂകളിലും ദ്വയാർത്ഥ പ്രയോഗമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞത് ഹണി റോസിനെ പരാമർശിച്ചിട്ടുള്ളതല്ല, അല്ലാതെ പോലും ഈ ഒരു അവതാരകരോടൊക്കെ ചോദ്യത്തിനൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ പല വീഡിയോകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ശേഖരിച്ച് കൃത്യമായി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു ഡിജിറ്റൽ തെളിവുകൾ അടക്കം ഹാജരാക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ ഹണി റോസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുകയും ഈ യൂട്യൂബ് ചാനലുകളുടെ ഇന്റർവ്യൂകൾ അടക്കം ശേഖരിച്ച് സമർപ്പിക്കാനുള്ള ഒരു രീതിയിലേക്ക്, ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് എത്തി നിൽക്കുന്നത്. ശ്രീജ, നവമിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.